രേണുസുതിയെ വിറ്റ് ഇവിടെ എന്തോരം ബ്ലോഗർമാർ എന്തോരം ചാലുകാർ വിൽക്കേണ്ടത് അറിയാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ ആ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോരം റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നറിയാം. ആ കുട്ടിക്ക് ഒരു പിണക്കുമില്ല അവരോടൊന്നും, റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അതിനെ കമന്റ് ഇട്ട് കൊല്ലുക. സപ്പോർട്ട് ചെയ്ത് തന്നെ ആരോട് പറയും ഇതൊക്കെ എവിടുന്ന് വരുന്നു? ആളെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ശ്രീകൃഷ്ണൻ അഭിലാഷ് ആട്ടായം. അയ്യോ, ശ്രീകൃഷ്ണന്റെ പേരൊന്നും ഇവനെ പോലുള്ളവർക്ക് പറയാൻ പാടില്ല. സോറി, ക്ഷമിക്ക്. ശ്രീകൃഷ്ണനല്ല ഇവൻ. എന്താ പറയുക, ഈ പെണ്ണുങ്ങളെല്ലാം ഇട്ടിങ്ങനെ അമ്മാനമാടി സോഷ്യൽ മീഡിയ തകർത്തുകൊണ്ടിരിക്കുന്ന വേട്ടാവളിയൻ, അങ്ങനെ പറയാം, വേട്ടാവളിയൻ. ബാക്കി കേൾക്കാം. ഇവന്റെ കരച്ചില്ല സഹിക്കാൻ വയ്യ. ആരോട് പറയും ആരോട് പറയും അഭിനയ സിംഹമേ. അപ്പോൾ നമ്മുടെ രേണുസുതിയെ സോഷ്യൽ മീഡിയയിലിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഇട്ടങ്ങ് വലിച്ച് കീറുക. സങ്കടം സഹിക്കാൻ വയ്യാതെ പുതിയതായിട്ട് ഉടലെടുത്ത ബ്രദർ കരയുകയാണ് ഗൈസ്. കരഞ്ഞ് ആ തോർത്ത് മുഴുവൻ അവൻ്റെ കണ്ണുനീരാണ് ഈ വേട്ടാവളിയൻ്റെ. അപ്പം ഈ ആദർശ വീരനായ ഈ വേട്ടാവളിയൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ ഞാനിവിടെ കാണിച്ചു തരട്ടെ, കണ്ടോ? എൻ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞു. അപ്പം ഇതാണ് ഇവൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ഹോബി. അതായത് ഈ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഓരോരോ പെൺകുട്ടികളെ എന്ന് പറയാൻ പറ്റത്തില്ല, കളവികളെ സംഘടിപ്പിക്കുക, കൊണ്ടുവരിക, എന്നിട്ട് ഇതുപോലെയുള്ള ആഭാസത്തരങ്ങൾ ചെയ്യുക. കെട്ടിപ്പിടിക്കുക, വട്ടം കറക്കുക, പിന്നെ ചുണ്ടുമായിട്ടുള്ള സംഭവം എന്താ, ലിപ് ലോക്ക്. അതിൽ പുലിയാണിവൻ, ലിപ് ലോക്കിൽ പുലിയാണിവൻ. അപ്പം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്ന അഭിലാഷ് ആട്ടായം എന്ന് പറയുന്ന വേട്ടാവളിയൻ്റെ സങ്കടം നിങ്ങൾ കണ്ടോ? പെങ്ങളൂട്ടിക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്, പെങ്ങളൂട്ടിക്ക് വേണ്ടി. ഈ സമൂഹം മൊത്തം പെങ്ങളൂട്ടി അങ്ങ് ദ്രോഹിക്കുകയാണ്. എന്നിട്ട് പറയുന്നു അരി മേടിക്കുകയാണ്. അരി മേടിക്കുകയാണ് പോലും. അരി മേടിക്കാൻ, കാരണം നമുക്കൊന്നും വേറെ വകയില്ലല്ലോ, അവളെ വിറ്റിട്ട് വേണ്ടേ നമുക്ക് അരി മേടിക്കാനായിട്ട്. എടാ ഊളെ, നീ ആദ്യം സ്വയം നന്നാവ്, നീ നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്ക്. ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന നിന്റെ അഴിഞ്ഞാട്ടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പിന്നെ അവളുടെ അതും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അവനങ്ങോട്ട് കണ്ടിട്ട് കുരു പൊട്ടി. നീ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ ഒരു മകൻ്റെ ലൈവ് ഉണ്ടായിരുന്നു, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതൊക്കെ നീ കണ്ടോ? നീ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ, സുധിച്ചേട്ടൻ്റെ നീ അങ്ങ് വാനോളം തേനൊലിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ അതേ സുധിച്ചേട്ടൻ്റെ മകനാണ് ഈ കിച്ചു. അപ്പൊ സുധിച്ചേട്ടൻ്റെ മകനായ കിച്ചു ജീവിതത്തിൽ അനുഭവിച്ച 20% മാത്രം ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ ഈ പെങ്ങളൂട്ടി അങ്ങ് പുറത്ത് മുട്ടി അങ്ങ് കരഞ്ഞൊലിപ്പിച്ച് മെഴുകി സോഷ്യൽ മീഡിയയിൽ ഇട്ടതാ. അങ്ങനെ മെഴുകിയിട്ടും കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണീര് വന്നില്ലടാ പൊന്നാങ്ങളെ. നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു വിദ്യയും കൂടെ നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? പലരും ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് AI കൊണ്ട് കണ്ണുനീര് വരുത്തിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പെങ്ങളൂട്ടിയെ വെളുപ്പിക്കാൻ നോക്കുമ്പോൾ ആ കൊച്ചിന്റെ മുഖം കൂടി ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് ഓർക്കടാ അഭിനയ സിംഹമേ. അപ്പൊ കിച്ചുവിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നല്ല, എൻ്റെ പൊന്നോ, സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീയെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, ഒന്ന് ഈ ഊള അഭിലാഷ് ആട്ടായം, 2 മറ്റേ ആണുമല്ല പെണ്ണുമല്ല വേഷം കെട്ടി നടക്കുന്ന മറ്റേ ജാസി, 3 കുവൈറ്റിൽ കരഞ്ഞു മെഴുകി സങ്കടം സഹിക്കാനാകാതെ സഹതാപം തോന്നി അവിടുത്തെ മലയാളികളെല്ലാം കൂടി പിരിവെടുത്ത് നാട്ടിലേക്ക് കയറ്റിവിട്ട ശ്രീലക്ഷ്മി. ആ കുവൈറ്റിൽ നിന്ന് അതിനെങ്കിൽ കയറ്റിവിട്ടു. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പിന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ രക്ഷകയായി എത്തിയിട്ടുള്ള ദിയാസന. അപ്പം ഇവരൊക്കെയാണ് രേണുസുതിയെ വെളുപ്പിക്കാനും കിച്ചുവിനെ മോശക്കാരനാക്കാനും മറ്റ് കഞ്ചാവടിക്കാരനാക്കാനും ഒക്കെ ശ്രമിക്കുന്ന കുറച്ച് നന്മമരങ്ങൾ. ഇനി പിന്നെ കിച്ചുവിന് ഒരു ഉപദേശവുമായിട്ട് മറ്റേ ഹിദിസാദി എന്തോ അങ്ങനെ എന്തോ ആണ് പേര്, അവരുടെ വീഡിയോ ഒന്ന് കാണാം.
ഈ വീഡിയോ കിച്ചുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ കിച്ചു ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരുപാട് സങ്കടമുണ്ട്. മോൻ എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. നല്ലൊരു തെറപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നൗ കിച്ചു അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഒരു നല്ല മനസ്സ് തന്നെയാണ്. കിച്ചുവിന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുമുണ്ട്, എന്തെങ്കിലും കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയായിട്ട് നിന്ന് ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊരു നല്ല മനസ്സ് തന്നെയാണ്. കിച്ചു 21 വയസ്സായിട്ടുള്ള ഒരു കൊച്ചാണ്. കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. 21 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജ് അല്ല, എന്നാൽ അത്ര ചെറിയ ഏജും അല്ല. രേണു ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ശരി, ആൽബംസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ദുബായിൽ പോയിട്ടുള്ള ഇനോഗ്രേഷൻസ് ആണെങ്കിലും കൊളാബറേഷൻസ് ആണെങ്കിലും കിച്ചുവിന് അത് താല്പര്യമില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണ് എങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് രേണു ചേച്ചിയുടെ അടുത്ത് പറയാം, അമ്മ നമുക്കിതൊന്നും ചെയ്യേണ്ട. ഓൾറെഡി നമ്മുടെ കോണ്ടന്റ് വിട്ടിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ജീവിക്കുന്നുണ്ട്. നമ്മളെന്തിനാ നമ്മുടെ ജീവിതം അവർക്ക് കൊടുക്കുന്നത്? നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് തന്ന വീട്ടില്, അതായത് കിച്ചുവിനും ഋതപ്പനും തന്ന വീട്ടില് വളരെ ഹാപ്പി ആയിട്ട് നിന്നൂടെ? അമ്മയെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഊബർ ഓടാം, സ്വിഗ്ഗിയില് ഇൻസ്റ്റാമാർട്ടിലും ഒക്കെ ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നവരില്ലേ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ ലൈഫ് വളരെ കളർഫുൾ ആക്കിയിട്ട് ഒരു മൂത്ത മകൻ എന്നുള്ള രീതിയിൽ ആ ഫാമിലിനെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. രേണു ചേച്ചി എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയിട്ട് ഋതപ്പനെ നോക്കുന്നു, കിച്ചുവിനെ നോക്കുന്നു, ഫാമിലിയിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു. നിങ്ങൾ 3 പേരും കൂടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൈപ്പറ്റുന്നു. അങ്ങനെ ഫാമിലിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. മോന്റെ ആങ്കൊച്ചല്ലേ, ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമുക്ക് വരും. അതിനെയൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ അതിജീവിക്കുമ്പോഴല്ലേ നമുക്ക് ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞത് ഇത്രയും കറക്റ്റാണ്. കിച്ചുവിന് വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിനും ഈ പറഞ്ഞ രേണുവിനും ഒക്കെ വേണമെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല രീതിയിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കി അവർക്ക് ജീവിക്കാം. അവരെ വിറ്റ് യൂട്യൂബേഴ്സൊക്കെ ജീവിക്കുന്നു. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് അവർക്ക് ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്, നടക്കും. പക്ഷേ ഇനി അടുത്ത പോയിന്റ്, ഒരു മൂത്ത ചേട്ടൻ എന്ന രീതിയിൽ ഋതപ്പനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോന് വളർത്താം, എത്ര നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. രേണു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രേണു ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. രേണു ചേച്ചി ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ രേണു ചേച്ചിയുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭയങ്കരമായ തെറിവിളിയും അതുപോലെ തന്നെ ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും ശരി, രേണു ചേച്ചിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർ പണം പറ്റുന്നുണ്ട്, അവരരി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് കൊച്ചുമോന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിച്ചിട്ട് കുടുംബത്തിന് ഒരു അത്താണി എന്ന രീതിയിൽ നിന്നൂടെ? അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയൊന്നും ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കുടുംബം പോറ്റേണ്ട ഗതികേട് ഇപ്പം എന്തായാലും അവർക്കില്ല. പിന്നെ നമുക്ക് അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് യാതൊരുവിധ എതിർപ്പുമില്ല. അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതിനകത്തുള്ള കാര്യങ്ങൾ ഈ ശരീരഭാഗങ്ങൾ കുറച്ച് കാണിച്ച് അതിനകത്തുനിന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കാശ് വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതികേട് ഈ പറഞ്ഞ രേണുവിന് ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. പിന്നെ അതുപോലെ തന്നെ ഈ വിദേശത്ത് ഈ ബാറിലൊക്കെ ഡാൻസ് കളിക്കാൻ പോകുന്നത് വിദേശത്തായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ ബാറുകളിൽ ഒന്ന് പോയി ഡാൻസ് കളിക്കാമോ? വിദേശത്തായതുകൊണ്ട് അതിന് കുറച്ച് സ്റ്റാറ്റസും അന്തസ്സും ഒക്കെ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ വിദേശത്താണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ഈ ബാറിൽ കുറച്ച് ആൾക്കാർ കള്ളുകൂടിച്ചിരിക്കുന്നു, അതിന് നടുക്ക് മാറിയിരുന്ന് ഡാൻസ് കളിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. പിന്നെ ഈ പറഞ്ഞ രേണുവിന് അത്ര വലിയ ഗതികേടും ഇല്ല. കാരണം അവർക്ക് കുറച്ച് സ്ഥലം കൊടുക്കാൻ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ KHDC ഫിറോസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വീടിന് മതിൽ കെട്ടിക്കൊടുക്കാൻ മറുനാടൻ മലയാളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെയും ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെയും വിദ്യാഭ്യാസ ചെലവ്, പഠന ചെലവ് ഏറ്റെടുക്കാൻ 24 എന്ന് പറയുന്ന ചാനലും ഉണ്ട്. അപ്പോൾ ഇത്രയധികം ഇങ്ങനെ ബാറുകളിൽ പോയി ഡാൻസ് ചെയ്തും ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കി കുടുംബം പോറ്റേണ്ട ഗതികേട് എന്തായാലും നിലവിൽ അവർക്കില്ല. അപ്പോൾ ഇത് കുറച്ച് ആക്രാന്തം, കുറച്ച് പെട്ടെന്ന് പണക്കാരിയാവണം, അല്ലെ പെട്ടെന്ന് റീച്ച് ഉണ്ടാവണം, പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ആ ഒരു ലെവലിലേക്കൊക്കെ അവർ ചിന്തിച്ചത് കൊണ്ട് അവരെടുത്ത ഒരു തീരുമാനം. അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ബാക്കിയൊക്കെ ഓക്കെ, വേണമെങ്കിൽ കിച്ചുവിന് സ്വിഗ്ഗിയിലോടാം, അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിൽ കുടുംബം പോറ്റാനൊക്കെ പറഞ്ഞത് ഓക്കെ, ഒരു കുടുംബത്തിന് ജീവിക്കാനതൊക്കെ മതി. അതിൻ്റെ പോലും ആവശ്യമില്ല. അവരൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിലെ മാറ്റർ അറിയാൻ, അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കാണാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ പങ്കുവെച്ചാൽ അത് കാണാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്താനും ഒരുപാട് പേരുണ്ട്. അങ്ങനെ കിട്ടുന്ന റവന്യൂ കൊണ്ട് ജീവിക്കാനും അവർക്ക് സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ആൾക്കാരുടെ മനസ്സിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. എല്ലാവരും ഇവിടെ രേണു എന്ന് പറയുന്ന സ്ത്രീയെ മാത്രമാണ്
എടുത്തു കാണുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളോട്, അവർ ചെയ്യുന്ന കാര്യങ്ങളോട് ആരും അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. കിച്ചു എന്ന് പറയുന്ന കുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവൻ കഞ്ചാവടിക്കാരൻ, കള്ളുകുടിയൻ, അവൻ മോശപ്പെട്ട സ്വഭാവക്കാരൻ, അങ്ങനെ പല പല ലേബിലാണ് അവന് ചാർത്തി കൊടുക്കുന്നത്. എന്താണ് ആൾക്കാരുടെ മനസ്സിങ്ങനെ? ഇത്രയധികം ആൾക്കാരാണ് ഈ രേണുസുതിക്ക് വേണ്ടി ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയെ വേദനിപ്പിക്കുന്നത്, ഇങ്ങനെ ആക്രമിക്കുന്നത്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? മലയാളികൾ പുച്ഛം തോന്നുകയാണ്, പുച്ഛം. ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ ഇവർ പറഞ്ഞു വിട്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പം അത് തന്നെയാണ് കിച്ചുവിനെ ഇത്രയധികം അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും കിച്ചുവിനെ സ്നേഹിക്കുന്ന, സുധിയെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും സുധിയുടെ മകൻ കിച്ചുവിനെ ചേർത്ത് നിർത്താൻ കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ ഒരു ബലം മതി മോനെ നിനക്ക്. ബാക്കി ഇവറ്റകളോടൊക്കെ പോകാൻ പറ, നല്ല അന്തസ്സായിട്ട് ധൈര്യമായിട്ട് ജീവിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.